ഇന്നത്തെ ഏറ്റവും പുതിയ കങ്കുവ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളിലേക്ക് ഇവർക്കും സ്വാഗതം. സൂര്യയുടെ ഏറ്റവും പുതിയ തമിഴ് ബിഗ് ബഡ്ജറ്റ് പാൻ ഇന്ത്യൻ സിനിമ 6 ദിവസങ്ങൾ ഇന്നത്തോടെ തിയേറ്ററുകളിൽ പിന്നിടുകയാണ്. 6 ദിവസത്തെ ആകെ കേരള ട്രാക്കിംഗ്, കേരള വേൾഡ് വൈഡ് എസ്റ്റിമേറ്റ് റിപ്പോർട്ടുകളെല്ലാം തന്നെ വന്നിരിക്കുകയാണ്. അതിനു മുന്നേ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷനിലേക്ക് ഒരിക്കൽ കൂടി വരികയാണെങ്കിൽ 5 ദിവസങ്ങൾ കൊണ്ട് 89 കോടി ഗ്ലോബൽ ബോക്സ് ഓഫീസ് ഗ്രോസ് കളക്ഷൻ ആണ് കങ്കുവ നേടിയെടുത്തിരിക്കുന്നത്. അതിൽ 67 കോടി ഇന്ത്യയിൽ നിന്നുള്ള സിനിമയുടെ ഗ്രോസ് കളക്ഷൻ ആണെങ്കിൽ 22 കോടി വിദേശ രാജ്യത്ത് നിന്നുള്ള കങ്കുവ ഗ്രോസ് കളക്ഷൻ ആണ്. സൂര്യയുടെ കരിയറിലെ അതിവേഗത്തിൽ 89 കോടി കളക്ഷനിലേക്ക് എത്തുന്ന സിനിമ കൂടിയാണ് കങ്കുവ. ഇന്നലെ 5-ാം ദിവസം 4 കോടിയിൽ പരം വേൾഡ് വൈഡ് ഗ്രോസ് ഉണ്ടായിരുന്ന സിനിമയ്ക്ക് ഇന്ന് അതിനോട് സമാനമായ കളക്ഷൻ മാത്രമേ നിലവിൽ നാം പ്രതീക്ഷിക്കുന്നുള്ളൂ. അങ്ങനെയെങ്കിൽ 93 കോടിയിലേക്ക് കങ്കുവയുടെ 6 ദിവസത്തെ ഗ്ലോബൽ ബോക്സ് ഓഫീസ് ഗ്രോസ് കളക്ഷൻ എത്തുന്നതാണ്. ചിത്രത്തിന്റെ ഇന്ത്യൻ കളക്ഷൻ ഇന്നത്തോടെ 70 കോടി കടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതേസമയം 3D ഫോർമാറ്റിൽ ഉൾപ്പെടെ റിലീസ് ചെയ്ത കങ്കുവയുടെ തമിഴ്നാട് ഗ്രോസ് ഇന്നത്തോടെ 30 കോടിയിലേക്കും എത്തപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ആകെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 6 ദിവസങ്ങൾ കൊണ്ട് 93 കോടിയിലേക്ക് എത്തപ്പെട്ട സിനിമ ഗ്ലോബൽ ബോക്സ് ഓഫീസിൽ 100 കോടി വേൾഡ് വൈഡ് കളക്ഷൻ കടക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു ഘട്ടത്തിൽ 100 കോടിയിൽ താഴെയായിരിക്കുമോ സിനിമയുടെ ഫൈനൽ കളക്ഷൻ എന്ന് പലരും സംശയിച്ചിരുന്നു. 100 കോടിയിലേക്ക് വരുന്ന ശനി ഞായർ കളക്ഷനോടെ സിനിമ എത്തപ്പെടട്ടെ എന്ന നിലവിൽ നമുക്ക് ആശംസിക്കാം. ഇനി നമ്മുടെ കേരള ട്രാക്കിങ്ങിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ സമയം 14 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ ഇന്ന് 13 ലക്ഷത്തിൽ പരമാണ് കേരള ട്രാക്കിംഗ് ഗ്രോസ്. ഇന്നലത്തേതിന് സമാനമായ 25 ലക്ഷത്തോളം കേരള ഗ്രോസ് ആണ് ഇന്ന് സിനിമയ്ക്ക് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ 6 കോടി 25 ലക്ഷത്തിലേക്ക് സിനിമയുടെ 6 ദിവസത്തെ കേരള ഗ്രോസ് എത്തുന്നതാണ്. അപ്പോൾ സൂര്യ, ദിശ പത്താനി, ബോബി ഡിയോൾ തുടങ്ങിയവരൊക്കെ അഭിനയിച്ച വലിയ സിനിമയായ കങ്കുവയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾക്കായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കും.